നിങ്ങൾക്ക് എന്തോ തയ്ക്കും, നിങ്ങൾ ആരാ ഇത്? പക്ഷേ ഇവളുമാർക്ക് ഇങ്ങനെയുള്ള ക്രിമിനൽസുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി ഇവളുമാര്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറെ ഓർഗനൈസ്ഡ് ക്രിമിനൽസ് കൂട്ടുണ്ട്. അവളുമാർക്ക് ഇങ്ങനെയുള്ള ലോക്കൽ ഗുണ്ടകളെല്ലാം ഉണ്ട്. ഇവളുമാർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് ഈ ഗുണ്ടകൾ, ലോക്കൽ ഗുണ്ടകൾ നിങ്ങൾക്കറിയാമോ? എന്നിട്ട് ഇവളുമാരുടെയൊക്കെ ഫേസ് ഭയങ്കര നല്ലതായിരിക്കും. മനസ്സിലായോ? സമൂഹത്തിൽ ഇവളുമാരൊക്കെ നല്ലതായതുകൊണ്ട് ഈ ലോക്കൽ ഗുണ്ടകളെ ഉപയോഗിച്ചാൽ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഭ്രാന്തൻ എന്റെ പുറകിൽ വരാൻ തുടങ്ങി. കേട്ടോ? കോടതിയുടെ മുന്നിൽ അപ്പൊ ഞാനൊരു ഒരു ദിവസം എന്റെ പുറകിൽ വന്നപ്പോൾ ഞാനൊരു കടയിലോട് പോയി ഇയാൾ എന്റെ പുറകിൽ വരുന്നു. ഇയാളെ ഒത്തിരി ദിവസം എന്റെ പുറകിൽ വരും. പിന്നെ അങ്ങനെ അവിടെ പരിസരത്ത് കണ്ടിട്ടില്ല. കേട്ടോ? പിന്നെ അങ്ങനെ ആ പരിസരത്ത് കണ്ടിട്ടില്ല. അയാൾ കടന്നവിടുന്നു. ഇവരുടെ ഉദ്ദേശം തന്നെ ആദായപ്പെടുത്താനായിരുന്നു. മനസ്സിലായോ? അങ്ങനെ പല സംഗതികളുണ്ടായി, പല സംഗതികൾ. എന്നോട് പിന്നെ ഇത് ഓൾറെഡിയുള്ള എന്റെ ബന്ധുക്കളെന്ന് പറയുകയും അങ്ങോട്ടൊന്നും പോലെ നാഷണൽ പെർമിറ്റ് ലൈസൻസ് ഉള്ള ഞാൻ നിന്നെ വണ്ടിയിലേക്ക് കൊല്ലുന്നു. എടാ പിന്നെ നിന്നോട് ആരെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ? എന്നോട് പറയുക അവിടെ പാരമ്പര്യമെന്ന് തോന്നുന്ന ഒരു വീടുണ്ട്. അവിടെ ഒരു ആളെന്ന് പറയുന്നുണ്ട്. അവരുണ്ട്. അവര് നാഷണൽ പെർമിറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞ് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ അവൻ പറയുക അങ്ങനെ ഇങ്ങനെ ഒന്നും പോയാൽ നാഷണൽ പെർമിറ്റ് ആണ് വണ്ടി കയറ്റി കൊല്ലുന്നു. ഞാൻ എന്നിട്ട് നേരിട്ട് പറഞ്ഞു വെറുതെ അങ്ങനെ കൊല്ലാനെന്തോ അങ്ങനെ ചുമ്മാ കൊല്ലാൻ പറ്റുമോ? നമ്മളൊന്നും അതുപോലെ ഞാൻ പറഞ്ഞിട്ട് ചന്ദ്രബാബു പോയിരുന്നു. അപ്പൊ ഈ എറണാകുളത്താണല്ലോ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 7 മണി 8 മണി എന്നുണ്ടാവുകയാണ് ഫുഡ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞാനൊക്കെ വെച്ചിട്ട് ഒറ്റ വീഡിയോ സുഭാഷ് പാർക്കിലൊക്കെ പോയിരുന്നു പതിയേക്ക് വേണ്ടിയാണോ? കേട്ടോ? അപ്പൊ അപ്പൊ ഒരു ദിവസം നമ്മുടെ ക്ലബ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പതിയെ ഇങ്ങനെ നടന്നു വരുന്നത് എന്തോ എറണാകുളത്ത് 8 മണി 7 മണിക്ക് നല്ല ആൾക്കാരില്ല. ഒരു മിനിറ്റ് ബുക്കും വിളിക്കും. ഞാൻ ഈ സംസാരിക്കുന്നതിന് ഒറ്റത്തിൽ സംസാരിക്കുന്നതിന് ക്യാമറ ഉണ്ട് ഇവിടെ. അപ്പൊ ക്യാമറയ്ക്ക് കൂടെ കാണാൻ എന്റെ ബുക്കിന്. കേട്ടോ? ഒരു മിനിറ്റ് കട്ട് ചെയ്തേടാ. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ 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 ഹലോ.
ഹലോ ശ്രീജ, മറ്റേതിനകത്ത് വിളിച്ചിട്ടുണ്ടല്ലോ കിട്ടാതെ, അതിനൊന്ന് വിളിക്കാലോ. ആ മറ്റേ ഫോണില്. ഹലോ, ഞാൻ വിളിച്ചിട്ട് ബിസി ബിസി പറയുന്നു. ആ അല്ല, ചിലവർക്കൊക്കെ വലിയ രോഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്നിനോട് വരെ വിളിക്കുന്ന നാട്ടിലുള്ള നമ്പർ കിട്ടുന്നില്ല, ഇൻകമിങ് ഫോൺ എടുക്കുന്നില്ലെന്ന് പറയുന്നത്. നമ്മൾ എന്തോ ചെയ്ത് വെച്ചിരിക്കുക അവരെ, മനസ്സിലായോ? ഞാനങ്ങോട്ട് വിളിക്കുന്നത് സംസാരിക്കുന്നത് കുറെ ഡ്രാമയൊക്കെ ഉണ്ട്. ഞാൻ ഈ റൂമിനകത്താണ് വെച്ചിരുന്നത്, ഭയങ്കര ഡ്രാമകളാ. ഞാനിത് സംസാരിച്ചാൽ ഇപ്പൊ മലയാളത്തിൽ സംസാരിച്ചാൽ ഞാൻ ഇല്ലാതെന്നുള്ള കഴിവല്ലയോ, അതൊക്കെ ഇല്ലാതാക്കാനൊക്കെയുള്ള വലിയ ഡ്രാമകളൊക്കെ ഒത്തിരി ഡ്രാമകളൊക്കെ ഉണ്ട്. ഈ ഡ്രാമയൊക്കെ തീരുമാനിക്കുന്നത് നല്ലപോലെ അറിയാം, മനസ്സിലായോ? അതുപോലെ ഏ എന്ന് പറഞ്ഞാല് അത് കറന്റ്ലി ഞാൻ മുക്കുമ്പോ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ ലോക്കായി ആ നമ്പർ. എങ്ങനെയാന്ന് അറിയത്തില്ല. ഞാൻ വിളിക്കുന്നത് അതുപോലെ പോലെ എന്നെ ഇരിക്കൊണ്ട് ഒരു തുളസിയുമായത് 1-2-3 തേങ്ങ എല്ലാ നമ്പർ അവിടെ വിളിക്കുന്നതൊന്നും എടുക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കട്ടായി പോയി. നമ്മൾ ഫോണങ്ങോട്ട് ചെയ്യുമ്പോഴേ കട്ടായി പോകും. എന്താ അറിയത്തില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ആ ആ ആ ആ ഇവിടെ